അപ്പോൾ നമ്മൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് ബനാന ചിപ്സ് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ദേ നമ്മുടെ പഴമൊക്കെ കുറച്ച് മഞ്ഞളിലൊക്കെ ഇട്ട് ഏകദേശം പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി നൈസായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് അരിയണം. ഫസ്റ്റ് എനിക്ക് അമ്മമ്മ ഇങ്ങനെ എങ്ങനെയാണ് അരിയേണ്ടത് എന്ന് കാണിച്ചു തന്നു. അതിന് ശേഷം ഞാൻ അരിഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ അരിഞ്ഞപ്പോൾ എന്താ പറയുക കുറച്ചിടത്തിൻ്റെ കട്ടി കൂടി, കുറച്ചിടത്തിൻ്റെ കട്ടി കുറഞ്ഞു, അങ്ങനെയൊക്കെയായി. പക്ഷെ അമ്മൂമ്മ അരിഞ്ഞപ്പോൾ കറക്റ്റ് ലെവലായിരുന്നു. പക്ഷെ ഞാൻ അരിഞ്ഞപ്പോൾ നൈസായിട്ട് കുറച്ച് കട്ടി കൂടി അങ്ങനെയൊക്കെയായി. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അമ്മൂമ്മ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു. അതിന് ശേഷം ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് ഫ്രൈ ആവില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേണി കാവ്യമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലല്ല ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇങ്ങനെ ഐറ്റംസ് ഒന്നും ചെയ്യുക. നമ്മൾ പുറത്ത് ശരിക്കും ഇതൊരു പശു തൊഴുത്തായിരുന്നു പണ്ട്. പിന്നെ പശുവിനെ കൊടുത്തപ്പോൾ നമ്മളത് കിച്ചണാക്കി. അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ കുറച്ച് വലിയ കറികളും സംഭവങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അമ്മൂമ്മ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിലും പായസം വയ്ക്കുകയാണെങ്കിലും അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ സംഭവങ്ങൾ വെക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ തീ കത്തിച്ച് തൊട്ടപ്പുറത്ത് തന്നെ വിറകൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും. പുറത്തേക്കൊന്നും പോകുന്നു വേണ്ട. നന്നായി എണ്ണ തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഐറ്റംസ് ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് കറക്റ്റായി ലെവലായിട്ട് ഫ്രൈ ആവില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ അത് തീ ഇങ്ങനെ കുറച്ച് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നൈസായിട്ട് ഇങ്ങനെ കുമ്മിളകൾ ഇങ്ങനെ വന്നു തുടങ്ങണം. അപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഇടാം. അപ്പോൾ നൈസായിട്ട് തീ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അമ്മൂമ്മ ഇങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ വിടർത്തി ഇടണം. അങ്ങനെ കൂട്ടിടാൻ പാടില്ല. കൂട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് അത് ഫ്രൈ ആയി വരില്ല. അപ്പോൾ ഇങ്ങനെ വിടർത്തിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് നമുക്കൊന്നും പെട്ടെന്ന് ഇടാൻ പറ്റില്ല, കാരണം ഇത് നൈസായിട്ട് എണ്ണയൊക്കെ കൈമയ്ക്ക് വരും. അപ്പോൾ അത് അവരത് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ തന്നെയാണ് എല്ലാം ചെയ്യുക. അപ്പോൾ തീയും ഇങ്ങനെ കൂട്ടി കുറച്ച് വെക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ വേണി ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാവ്യ എവിടെ പോയാണാവോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലാട്ടോ നമ്മൾ എണ്ണ കൊണ്ടുവന്നത്. കണ്ട തൊട്ടപ്പുറത്തും വിറകും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ കല്ലുപ്പ് ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് വെച്ചിട്ടുള്ളത്. വേണി നല്ല തകൃതിയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിറക് തീ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അമ്മൂമ്മ പോയിട്ട് കുറച്ച് വിറകൊക്കെ എടുത്ത് കൊണ്ട് സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാവ്യ വന്നു കേട്ടോ. കാവ്യ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മുടിയൊക്കെ കിട്ടി അഴിക്കണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ തീ അങ്ങനെ ഓവറായിട്ട് തീ വെക്കാൻ പാടില്ല, പക്ഷെ എന്നാൽ ഭയങ്കര തീ കുറയ്ക്കാനും പാടില്ല. അങ്ങനെ ഒരു നൈസായിട്ട് ഇങ്ങനെ വെക്കണം. കാവ്യ ഇവിടെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നൈസായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം അമ്മൂമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വേവത്തില്ല. കുറേ നേരം നിന്ന് കഴിച്ചപ്പോൾ വേണി അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ വോയിസ് കൊടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ച് വേണി എണീറ്റുന്നു. കാവ്യക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വേണീനെ ഏൽപ്പിച്ച് വിട്ടു. എന്നിട്ട് ഇതിൻ്റെ കഥ, പിന്നെ ഓണത്തിന് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം അതിനെ കുറിച്ചൊക്കെ ഡിസ്കഷനായിരുന്നു. പിന്നെ അപ്പുറത്ത് ഊഞ്ഞാൽ കെട്ടണം എന്നൊക്കെ പറയുന്നത്. ഫോൺ ഫ്രൈ ആയി കിട്ടുന്നത് ഐഫോൺ ഫ്രൈ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കായിരുന്നു. എനിക്ക് വയ്യ ചൂടെടുക്കുന്നു. അതന്നെ തന്നെ വലിയ ആള് ഈ കടലാസ് ഒന്ന് നിർത്തിയിട്ട് എവിടെ എവിടെയെങ്കിലും ഇവിടെ ഇട്ടാൽ ഒരു ഭാഗത്ത് എന്നിട്ട് അതിൽ ഉപ്പ് ഇടറാനാ. ഉപ്പ് എടുത്തിട്ടുണ്ടോ? ഉപ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് അത് കളയാനൊന്നിട്ട് അത് കളയാനുള്ളതൊന്നും. ലിച്ചു അരിഞ്ഞത് ചിലതൊക്കെ കട്ടി കൂടുന്നുണ്ട്. അതെ, ഞാൻ ആദ്യമായിട്ടില്ല ഇതൊക്കെ ബ്രൂട്ടേഷൻ ഞാൻ ചെയ്യാറില്ല. തെറിച്ചെണ്ണ ഓ
സ്വല്പ ഉപ്പും പൊടി എടുത്ത് എന്നിട്ട് ആ പാക്കറ്റ് എന്നിട്ട് ഇടുക. ഇതില്ല അവിടെ പിന്നിലുണ്ട്. ഈ കളി വേണി ഉപ്പും പാക്കറ്റ് എടുക്കുന്നു, തുറക്കൂ. തേച്ച് മതി മോളെ. കല്ലുപ്പ് മതി 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 മതി. ഉപ്പ് വേദറാണല്ലേ അതില്? കല്ലുപ്പ് നമുക്ക് കൊണ്ടക്കാം. വേണി പിടിക്കും. മതി. ദാശിലാണ് ഞാൻ ചവിട്ടിട്ടെ തുമ്മ. എന്ത് തുമ്മ ചവിട്ടി കളയാനുള്ളതാണ്. വായോ കാവു. ഉപ്പ് തൂട്ടാൻ പാടില്ല. ഏ ഉപ്പ് തൂട്ടാൻ പാടില്ല. ആ ആ ഇത് വല്ല പാത്രത്തിൽ അവിടെ ഇടുക, എന്നിട്ട് ഇത് കൊടുക്കാം. വെങ്കായം, തൈര്, കല്ലുപ്പ്, നല്ല ரொம்ப நல்லா இருக்கா? കോഴിക്കിട്ടെടുക്ക്. ഓണം വന്നേ, ഓണം വന്നേ. കോഴിയോടെ വെറയൻസ്. അയ്യോ, കോഴിക്കൊക്കെ ഓണം ഫ്രീ. ഈ പാത്രം കൊടുക്കാൻ പറഞ്ഞു മമ്മി. വേറെ കൊണ്ടുവരണോ? വേറെ കൊണ്ടുണ്ട, ഈ പാത്രം കൊണ്ടുപോയാ മതി. പാത്രം ഈ മുറത്തിലാണ്. കായ വേണ്ട, കായ പൊടി ഉണ്ട്. കുറച്ചും കൂടെ ഉള്ളു ഇനി. അതൊക്കെ ആവശ്യമുണ്ട്, ലാസ്റ്റ് ആക്കുള്ളു. ഓണം വന്നേ, ഓണം പൂപ്പലി ഇതെങ്ങനെ ഓണം കാണാല്ലേ? അത് ആ കറ പറ്റണമെന്നുണ്ട്. ഓണം വന്നതിന്റെ സന്തോഷം കാണിക്കും. ഇത് ചട്ടയ്ക്ക് ചോറുണ്ടോ? ആ മതി ചേച്ചാ, ഇട്ടോ വീണ്ടും തുഷിവന്റെ ആ മതി. എന്തോരം എടുക്കണം? പകുതി എടുക്കട്ടെ? കൊട്ട അവിടെ ഉണ്ട്. വെങ്കായോ കല്ലുപ്പ്, മഞ്ചളക്കറന്ന് ആരംഭിക്കണം. എന്തെന്താ മതി. ആറുപ്പേര് കുറഞ്ഞു കൊടുത്തേ. ഇതും കൂടി എടുക്കണം. അതെടുക്കാം. എന്നെ കാണിക്കുന്നു. തീരെ കാണിക്കില്ല. ഓണം വന്നേ, ബെഞ്ചിമലത്തെ അമ്മ കൂടി കഴിഞ്ഞു നോക്കിട്ടാ. അതൊന്നും എടുത്തോ, പിടിക്കണം. പിടിച്ചോ. ഞങ്ങൾ തിരിച്ചു പുറത്തിലേക്ക്. അയ്യോ, ഹൈറ്റ് ഉള്ളവർ കുനിഞ്ഞു നടക്കേണ്ടതാണ്. നെക്സ്റ്റ് ട്രിപ്പിലെ മൊക്കൂട്ടം വന്നിരുന്നല്ലോ അടി. ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ പോകണ്ടേ, ചിലപ്പോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ ആട്ടോ അടുത്തതൊക്കെ വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇത് എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളൊരു 2-3 ട്രിപ്പ് ആയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി. അതിന് ശേഷം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരു പ്ലേറ്റിൽ നേരത്തെ നമ്മൾ സെറ്റായി ഉപ്പേരിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ കാവ്യം വേണി മുകളിലായിരുന്നു. അപ്പോൾ എന്നെ അടിയിലേക്ക് വിളിച്ചു, അവർ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട്. ഞാൻ അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. നമ്മൾ മുകളിലാണ് അവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഭയങ്കര കുട്ടി വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി സെറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ.